Hey guys, welcome back to our channel. So, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹിയർ ഞാനിപ്പോൾ ഇന്നും യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ വീഡിയോയിൽ എൻ്റെ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. സോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം അറിയാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ ഞാൻ തമ്മിൽ ഉണ്ടാവില്ല തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 1000 സബ്സ്ക്രൈബർ നമുക്ക് പെട്ടെന്ന് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമെന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊക്കെ ഫസ്റ്റിൽ ചാനൽ തുടങ്ങാൻ നേരത്ത് 1000 സബ്സ്ക്രൈബർ ആവാൻ ഒരു 6 മാസമെങ്കിലും എടുത്ത് 6 മന്തെങ്കിലും എടുത്തായിരുന്നു. 6 to 7 മന്ത് ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ആ ഒരു 6 മാസം വരെ ഞാൻ വീഡിയോ ഇടുന്നത് വെറുതെ ചുമ്മാ ഒരു വീഡിയോ ഇടുന്ന ടൈറ്റിൽ കൊടുക്കാനോ ഹാഷ്ടാഗ് കൊടുക്കാനോ അതുപോലെ തന്നെ വീഡിയോസ് എങ്ങനെ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനോ അറിയാം എങ്കിലും അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ, അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഇട്ടിട്ടാണ്. എങ്കിലും വ്യൂസ് ഒക്കെ വരുമായിരുന്നെങ്കിലും ഞാൻ ഒരു 6 മാസത്തിന് ശേഷമാണ് എനിക്കൊരു 1000 സബ്സ്ക്രൈബർ ഫസ്റ്റിലേ ആയത്. പിന്നെ 1000 സബ്സ്ക്രൈബർ ആയതിനു ശേഷം 2000, 3000, 4000 ഒക്കെ ഞാൻ വിത്തിൻ 1 മന്തിലാണ് എനിക്ക് കയറിയിരുന്നത്. ഇപ്പം ഞാൻ ഷോർട്സ് ഇടൽ കുറച്ച് ഡള്ളായത് കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കുറച്ച് ലാഗായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇതേപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കൺസിസ്റ്റൻസിയാണ്. റെഗുലറായിട്ട് ബിഗിനറായ യൂട്യൂബർ മസ്റ്റ് ചെയ്യേണ്ടതാണ് ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ വെറുതെ ഒരു ഷോർട്സ് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോരുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിലിൽ നമ്മൾ എന്ത് കണ്ടൻറ്റാണ് നമ്മൾ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഹാഷ്ടാഗ് ഇപ്പോൾ വൈറൽ ഷോർട്സ് അങ്ങനെ കുറേ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് ഒക്കെ ഉണ്ട്. കുറേ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്. അപ്പോൾ അതേപോലത്തെയൊക്കെ ഹാഷ്ടാഗും ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്നത് ഒരു മിനിമം ഒരു ഷോർട്സ് എങ്കിലും ഡെയിലി പോസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ 2 or 3 ഇടാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും ബെറ്റർ. കാരണം അങ്ങനെ ഇടുന്ന ആൾക്കാർക്ക് കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടണത് നമ്മളെ ഷോർട്സിൽ കൂടെയാണ് നമുക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നത്. അതുപോലെ തന്നെ വാച്ച് ടൈം കിട്ടണത് നമുക്ക് വീഡിയോസിൽ കൂടെ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് അപ്ലോഡ് ചെയ്യലാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടണതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഡെയിലി ഇപ്പോൾ ബിഗിനറായിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വെറുതെ ഒന്ന് ഷോർട്സ് ഈ പറയുന്ന രീതിയിൽ ടൈറ്റിലും ഹാഷ്ടാഗും എല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഓഡിയൻസിൻ്റെ ആ ഒരു ടൈം അനുസരിച്ച് നമ്മുടെ ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം തന്നെ നമുക്കൊരു 50% റിസൾട്ട് നമുക്ക് അപ്പം തന്നെ കിട്ടും. കാരണം നമ്മുടെ ഷോർട്സ് എപ്പോഴാണ് നമുക്ക് ഒരെണ്ണം ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലൊക്കെ നല്ല വ്യൂസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു 20+, 30+ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അതേപോലെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക റെഗുലറായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ത്രൂ ലൈവ് സ്ട്രീമിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈവ് സ്ട്രീമിങ്ങിലൂടെയും നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും. ലൈവ് ഇരിക്കുമ്പോൾ നമ്മൾ കാലത്തോ അല്ലെങ്കിൽ ഇപ്പോൾ നട്ടുച്ചക്കൊക്കെയോ പോയിരിക്കരുത്. എല്ലാവരും സോഷ്യലി ഫ്രീ ആയിട്ടിരിക്കണം. ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നിൽക്കുക. ഇപ്പോൾ ഒരു 4 to 5 ഒക്കെ ആകുമ്പോൾ ജോലിക്കാരാണെങ്കിലും പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിലും എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ പോട്ടെ ഒരു 6 to 9 അല്ലെങ്കിൽ 6 to 10 ആ ഒരു ടൈമിംഗ് സ്കെഡ്യൂൾ അനുസരിച്ച് നിങ്ങളൊരു 1 hour ലൈവ് ഇരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈവിലേക്ക് കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു റെക്കമെൻഡേഷനിൽ നിന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഡെയിലി ആ ഒരു സ്പെസിഫിക് ടൈം വെച്ചിട്ട് നമുക്ക് ഡെയിലി നമ്മൾ ലൈവ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ നമുക്ക്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഫിക്സേഷനാണ്. നമ്മൾ ഒരു നിശ്ചിതമായ കണ്ടന്റ് നമ്മുടെ ചാനലിൽ ഫിക്സ് ചെയ്തിടാം. ഇപ്പം നമ്മൾ വെറുതെ ഒരു തോന്നണ പോലെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് റീച്ച് കൂടാൻ ചാൻസസ് ഇല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഫുഡ് വ്ളോഗ് ആണെങ്കിൽ ഫുഡ് വ്ളോഗ് തന്നെ ഇടാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കപ്പിൾ വ്ളോഗാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫുഡിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു കപ്പിൾ വ്ളോഗ് അങ്ങനത്തെ ഒരു വ്ളോഗിൻ്റെ ഷോർട്സ് നമ്മൾ ഫസ്റ്റിലേ അപ്ലോഡ് ചെയ്ത് അപ്പോൾ നമ്മളുടെ ആ ഒരു വ്ളോഗ് കണ്ട് ഒരാൾ നമ്മൾ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നെക്സ്റ്റ് ഡേ നമ്മുടെ വ്ളോഗിൽ നമ്മൾ വേറൊരു കണ്ടന്റ് കൊണ്ടുവന്നിടുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിനോടുള്ളൊരു ഡിസ്ലൈക്ക് വരും. അപ്പോൾ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസസ് അവിടെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കണ്ടന്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് 1000 സബ്സ്ക്രൈബറെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇപ്പം ചാനൽ എല്ലാ ദിവസവും നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കാം. മാക്സിമം എല്ലാ ദിവസവും വീഡിയോസ് ഇടാം, ഹാഷ്ടാഗ് കൊടുക്കുക, തംബ്നെയിൽ കൊടുക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ചാനലിലെ ഗ്രോത്ത് നമുക്ക് കൂട്ടാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 4000 വാച്ച് ടൈമാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ട തംബ്നെയിലും ഹാഷ്ടാഗൊക്കെ കൊടുക്കുക, അട്രാക്റ്റീവായിട്ടുള്ള. അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തൊക്കെ കുറേ നമുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് യൂട്യൂബ് ഒരു പ്രൊഫഷനായിട്ട് തന്നെ കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഇൻഫോർമേറ്റീവ് ടു ഓൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ ഉണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. സോ എനിവേ നെക്സ്റ്റ് വീഡിയോ വരും വരെ ഐ ലവ് യു ആൻഡ് ബൈ.